കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 11-ാമത് വാക്യം. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ക്രിസ്തീയ ജീവിതത്തിൽ പാപത്തോടുള്ള നമ്മുടെ സമീപനം എന്താണെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നു. പലപ്പോഴും പാപം സംബന്ധിച്ച് അതിൽ നിന്ന് കരകയറുവാനും ഒരിക്കലും ഇനി പാപം ചെയ്യാതിരിക്കുവാനും ആഗ്രഹിച്ച് ഉറച്ച തീരുമാനത്തോടെ മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുന്ന പലരുമുണ്ട്. എന്നാൽ ഭൂരിപക്ഷം പേരും വീണ്ടും പാപങ്ങളിൽ കുടുങ്ങുകയും അവരുടെ നല്ല മനസ്സാക്ഷി നഷ്ടപ്പെട്ടവരായി ദൈവിക ജീവനിൽ നിന്ന് അകന്ന് ഹൃദയം തഴമ്പിക്കുന്നവരുമായി തീരാറുണ്ട്. ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിൽ അവന് അല്ലെങ്കിൽ അവൾക്ക് കൈമോശം വരുവാൻ സാധ്യതയുള്ളതും തിരികെ ലഭിക്കുവാൻ വളരെ പ്രയാസമുള്ളതുമായ ഒന്നാണ് അവരുടെ ശുദ്ധ മനസ്സാക്ഷിയും നിർമ്മല ഹൃദയവും. ഇവിടെ അപ്പോസ്തലൻ ഇപ്രകാരം പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്നു: നീയോ ദൈവത്തിന് മനുഷ്യനായുള്ളവേ, അത് വിട്ടോടുക. താൻ ഇവിടെ പരാമർശിക്കുന്നത് ദ്രവ്യാഗ്രഹത്തെക്കുറിച്ചാണ്. സമ്പത്തിനെ കുറിച്ച് ഉള്ളൊരു മനുഷ്യന്റെ മനോഭാവം. പലപ്പോഴും സമ്പത്തിനെ കുറിച്ചുള്ള നമ്മുടെ മനോഭാവത്തിന് നാം മാറ്റം വരുത്തുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ശത്രുവായി സമ്പത്ത് നമുക്ക് എതിർ നിൽക്കും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും തടസ്സം നിൽക്കുവാൻ കഴിയുന്നത് ഒന്നാണ് സമ്പത്ത്. ഇവിടെ അപ്പോസ്തലൻ ഇപ്രകാരം ഓർപ്പിക്കുന്നു: ഉണ്മാനും ഉടുക്കുവാനും ഉണ്ട് എങ്കിൽ മതിയെന്ന് വെക്കുക. നാളേക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. നാളേക്ക് വേണ്ടി ഇന്നേ കരുതുവാൻ ബന്ധപ്പെട്ട് ഓടുന്നത്, അങ്ങനെയുള്ള മനുഷ്യർ വിവിധ തരത്തിലുള്ള മൂഢതകളിൽ അകപ്പെട്ടു പോകുന്നു, സംഹാരനാശങ്ങളിൽ അകപ്പെട്ടു പോകുന്നു. എന്നാൽ അതാത് ദിവസം നടത്തുന്ന ദൈവത്തിൻ്റെ കരുതലിനെ ഓർക്കുക. രണ്ടാമതായി ദൈവവചനത്തിൽ വിട്ടോടുവാൻ ഓർപ്പിക്കുന്നത് അധാർമിക പാപങ്ങളെയാണ്. 1 കൊരിന്ത്യർ 6:18 ദുർനടപ്പ് വിട്ട് ഓടുവീൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ബന്ധങ്ങളെ ഉലയ്ക്കുന്ന, സാമൂഹ്യ നന്മകളെ നശിപ്പിക്കുന്ന, അധാർമികത വിതയ്ക്കുന്ന ദുർനടപ്പിനെ കുറിച്ച്
ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിച്ചിട്ട് അത് വിട്ട് ഓടുവാൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. 1 കൊരിന്ത്യർ 10:14 വീണ്ടും ദൈവം വെറുക്കുന്ന മറ്റൊരു പാപത്തെ വിട്ട് ഓടുവാൻ നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ട് ഓടുവീൻ. ദൈവത്തെക്കാൾ കൂടുതൽ എന്തിനെയൊക്കെ ഞാൻ വിലമതിക്കുന്നുവോ, എന്തിൻ്റെ എല്ലാം പിന്നാലെ എൻ്റെ മനസ്സിനെ പായിക്കുന്നുവോ, എന്തെല്ലാം നേടണമെന്ന് ഞാൻ ആഗ്രഹിച്ച് അതിൽ എൻ്റെ ഹൃദയം ഉടക്കുന്നുവോ, അതൊരു വിഗ്രഹമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ വീണ്ടും തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു നല്ല ഹൃദയം പ്രാപിച്ച് ഒരു നല്ല മനസ്സാക്ഷിയുള്ളവരായി പ്രാഗൽഭ്യമുള്ളവരായി ഒരിക്കൽ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതിന് സകല പാപങ്ങളിൽ നിന്നും വിടുവിക്കുവാനും നമ്മെ നിത്യത വരെ നടത്തുവാനും നാം ദൈവത്തോട് ആവശ്യപ്പെടുമ്പോൾ തന്നെ നാം പാപങ്ങളുടെ സ്വഭാവം തിരിച്ചറിയേണ്ടവരാണ്. ഏതു പാപവും മനുഷ്യനെ മുറുകെ പിടിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ വചനം നമ്മോട് ആവശ്യപ്പെടുന്നു, വിട്ട് ഓടുക. പ്രിയമുള്ളവരെ, ഇന്നുവരെയും ആത്മീയ ജീവിതത്തിൽ വിടുതൽ പ്രാപിപ്പാൻ ആഗ്രഹിച്ചിട്ട് വീണ്ടും വീണു പോകുന്ന അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പകൽ കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നു, പാപം ചെയ്യുവാൻ ഇടയാകത്തക്ക നിലകളിലുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കുക. ദൈവസന്നിധാനത്തിൽ പുതിയൊരു തിരിച്ചറിവോടെ നമുക്ക് അടുത്തിയെല്ലാം ഇതുവരെയും ഇടറി വീഴിക്കുവാൻ നമ്മോട് യുദ്ധം ചെയ്ത ചില പാപങ്ങളെ, സാഹചര്യങ്ങളെ വിട്ട് ഓടി ദൈവകൃപയെ സൂക്ഷിക്കുവാൻ നമുക്ക് കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കാം. ഒരു തിരിച്ചറിവോടെ, പുനർവിചിന്തനത്തോടെ ഈ ഒരു പകൽ നമുക്ക് ആരംഭിക്കാം. ദ്രവ്യാഗ്രഹം, ദുർനടപ്പ്, വിഗ്രഹാരാധന, യൗവനമോഹങ്ങൾ വിട്ടോടി ഒരു വിരുദ് പ്രാപിപ്പാൻ നമുക്ക് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.